സ്വർണ്ണവില ലക്ഷം തൊട്ട കാര്യം നമുക്കറിയാലോ. അതങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. ലക്ഷത്തിന് താഴോട്ട് ഏതായാലും ഇല്ല എന്ന് അളിയൻ ഉറപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണ വില വർധനവിനെ കുറിച്ചാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിന്റെ പരമ്പര. വീണ്ടും മിന്നിച്ച് പൊന്ന്. പൊന്നിന്റെ വില കുതിക്കുമ്പോൾ സ്വർണ്ണ കവർച്ചയും വ്യാപകമാവുകയാണ് എന്ന് കണക്കുകൾ. ഏതാനും ദിവസം മുൻപ് കൊച്ചിയിൽ ജ്വല്ലറി ഉടമയായ സ്ത്രീയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചാണ് മോഷ്ടാക്കൾ സ്വർണ്ണ കവർച്ചയ്ക്ക് ശ്രമിച്ചത്. സ്വർണം അണിഞ്ഞ് നടക്കുന്നതിൽ വലിയ സുരക്ഷിതത്വ പ്രശ്നം ഇപ്പോൾ നേരിടുകയാണ് എന്ന് സ്ത്രീകൾ പറയുന്നു. ജ്വല്ലറികളിൽ കയറി ആരുമറിയാതെ സ്വർണം കവർന്നെടുത്തു പോകുന്ന പല കാഴ്ചകളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറെ നടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത്. കടവുടമയായിട്ടുള്ള സ്ത്രീയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചാണ് സഹോദരങ്ങളായിട്ടുള്ള തോമസും മാത്യൂസും ചേർന്ന് കളമശ്ശേരിയിലെ ജ്വല്ലറിയിൽ കവർച്ചയ്ക്ക് ശ്രമിച്ചത്. മലപ്പുറം സ്വദേശികളായിട്ടുള്ള പ്രതികളെ അതിവേഗം പിടികൂടാനായി. സ്വർണ്ണവില വർദ്ധിച്ചതോടെ അത് എങ്ങനെയും കൈക്കലാക്കാനുള്ള വ്യഗ്രതയിലാണ് ക്രിമിനലുകളെന്ന് ഇത്തരം സംഭവങ്ങൾ വെളിവാക്കുന്നു. എന്ത് റിസ്ക്കും ഉപയോഗിച്ച് പല വഴികളും ഇത്തരം മോഷ്ടാക്കൾ പരീക്ഷിക്കുകയാണ്. അപ്പോൾ പോലീസിനും പണി കൂടി. വില വർദ്ധിക്കുമ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് പലവിധം ആശങ്കകളാണ്. അന്നുണ്ടായ സംഭവത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും ബിന്ദുവിന് വിട്ടുമാറിയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം സ്വർണം അണിയുന്നത് കുറച്ചെന്നും അവർ പറയുന്നു. ആരെങ്കിലും കടയിലേക്ക് വന്നാൽ പോലും എനിക്ക് പേടിയാ, എങ്ങനെയുള്ളവരാ വരുന്നത്, അങ്ങനെ ഒരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട്. സുരക്ഷിത കുറവ് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വില കൂടിയോണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 4 ഗ്രാം കിട്ടിയാലും അവർക്ക് അടിച്ചു പൊളിക്കാനുള്ള പൈസയായി. ഒരു 60,000 രൂപയോളം കൈ കിട്ടുമല്ലോ വിറ്റ് കഴിഞ്ഞാൽ. പിന്നെ വലിയ നെക്ലസൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ആളാണ് ഞാനതൊക്കെ. കുറച്ച് ഇപ്പോൾ ഒരു അരപ്പവൻ്റെ സാധനം ഇട്ടേക്കുന്നത്. പിന്നെ കയ്യിൽ വളയൊക്കെ ഉരുക്കൊണ്ട് അങ്ങനെ പോകില്ലെന്നൊരു വിശ്വാസം ഇരിക്കുന്നു. ആശങ്ക തോന്നുന്നുണ്ട്. അതിന് ഞാനിപ്പം പിന്നെ ലോക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യും. ആ കണ്ണിൽ ആ സ്പ്രേ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ തലക്കെട്ട് വല്ല ഹെൽമെറ്റ് വെച്ച് അടിക്കുമോ കത്തി വെച്ചിട്ട് കുത്തി ഇടുവോ അങ്ങനെ. ഇപ്പം ഇത്രയും വിലയുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ആ എന്താ അവർ തീരുമാനിച്ചെങ്കിൽ ആ കാര്യം നടത്തിയാൽ മതിയല്ലോ. മറ്റുള്ളവർക്ക് എന്ത് പറ്റുന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല കള്ളന്മാരെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് മറ്റൊരു ദൃശ്യമാണ്. ഏതാനും നാൾ മുൻപ് കോതമംഗലത്ത് നടന്നതാണ്. പറമ്പിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വയോധികയുടെ മാല കവരുകയാണ് ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഹസ്മത്താണ് അന്ന് പിടിയിലായത്. വില കൂടുമ്പോൾ സ്വർണം വാങ്ങുകയെന്നത് സാധാരണക്കാർക്ക് ഏറെ പ്രയാസകരമാണ്. സ്വർണ്ണമണിയുമ്പോൾ ഇപ്പോൾ വലിയ സുരക്ഷിതത്വ പ്രശ്നവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ സ്വർണത്തിനോട് ഇഷ്ടം കൂടുതലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ സ്ത്രീകളെയും ഞാൻ പറയുന്നില്ല, എന്നാലും ഭൂരിപക്ഷം സ്ത്രീകൾക്കും സ്വർണം ഇഷ്ടമാണ്. അപ്പോൾ ധരിച്ചു പോകുമ്പോഴത്തെ ഒരു സുരക്ഷ ഇപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ വരുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് സന്ധ്യാസമയങ്ങളിൽ തിരിച്ച് വീടുകളിൽ ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു വരുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ വിദേശത്തുള്ളവർ വീട്ടിൽ കുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും ഈ സുരക്ഷയുടെ ഒരു പ്രശ്നം വരും. ആശങ്ക വർദ്ധിക്കാൻ ഇടയുണ്ട്. ഒരു വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ, അത് കുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് പിന്നെ അതൊരു ട്രോമയായിട്ട് വരും. ആ ഒരു രംഗം, അതായത് അവരെ ചിലപ്പോൾ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ അടിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ കഴുത്തിൽ പൊട്ടിച്ചുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ട്രോമയായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് പിന്നീടുള്ള കാലങ്ങളിൽ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ക്രിമിനൽ ബുദ്ധിയുള്ളവർ, ആൻറ്റി സോഷ്യൽ എലമെൻസ് ഒക്കെ ഏത് തരത്തിൽ
എളുപ്പത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചായിരിക്കും നടക്കുന്നത്. ഒരു ദിവസം തന്നെ പലതവണയാണ് ഇപ്പോൾ സ്വർണ്ണവില വർദ്ധിക്കുന്നത്. സാഹചര്യം തിരിച്ചറിഞ്ഞ് സ്വർണം തട്ടാൻ മോഷ്ടാക്കളും അവരെ പൂട്ടാൻ പോലീസും സജീവമായി രംഗത്തുണ്ട്. സ്വർണ്ണക്കവർച്ചയുടെ CCTV ദൃശ്യങ്ങളും മറ്റും അനുദിനം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതൊക്കെ കാണുമ്പോൾ സ്വർണം ധരിച്ച് പുറത്തിറങ്ങാൻ ഭയമാണെന്നാണ് പലരും പറയുന്നത്. ജാഗ്രത വേണമെന്ന് അധികാരികളും ഓർമ്മിപ്പിക്കുന്നു. സ്വയം കരുതലും ശ്രദ്ധയും എടുക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഹിദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.